ഹായ് നമസ്കാരം, കല്ലുവാണ്. രാജ് കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സുഭാഷ് പെയിൻറ്റ് ഹൗസിലാണ്, തിരുമല, ട്രിവാൻഡ്രം തിരുമലയിലുള്ള സുഭാഷ് പെയിൻറ്റ് ഹൗസിലാണ്. ഇന്നത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനലുകളും വാതിലുകളും നമ്മൾ പച്ച പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ മുഴുവൻ അടിക്കുന്നത് നിപ്പോണിൻ്റെ പെയിൻ്റാണ്. നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ മനോജേട്ടൻ സജസ്റ്റ് ചെയ്താണ് നിപ്പോൺ പെയിൻറ്റ്സ് അടിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ നിപ്പോണിൻ്റെ പലതരത്തിലുള്ള പെയിൻറ്റുകളാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. മെയിനായിട്ട് പച്ച, വെള്ള. അതെ, വെള്ളയും പച്ചയാണ് ഒരു തീം എന്ന് പറയുന്നത്. പിന്നെ ഗോൾഡും ഉണ്ട്, ആൻറ്റിക് ഗോൾഡും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈലൊക്കെ എടുത്തേക്കുന്ന ഓൾമോസ്റ്റ് അതിനോട് ചേർന്ന് ഈ കളർ പാറ്റേണിൽ ടൈലുകൾ കിട്ടാൻ പ്രയാസമായിരുന്നു. എന്നാലും നമ്മൾ ഏകദേശമൊക്കെ ഒപ്പിച്ചിരിക്കുന്ന ഈ ഒരു കളർ പാറ്റേണിന് ചേരുന്ന തരത്തിലുള്ള ടൈലുകളാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നിന്ന് പെയിൻ്റ് എടുത്ത് മിക്സ് ചെയ്യാനുണ്ട്. എന്താണ് ഡീപ്പ് മോസ് അല്ലേ? ഡീപ്പ് മോസ് എന്ന് പറയുന്ന ഒരു പച്ച പെയിൻ്റ് ഉണ്ട്. ആ പച്ച പെയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കും ഏത് വേണം. മനസ്സിലായി? നിങ്ങൾ പച്ച പെയിൻ്റാണ് ജനലിനും വാതിലിനും അടിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണ മനസ്സിലായി. ശരിക്കും ഭ്രാന്താണ്. ഇത് സുഭാഷ് ഏട്ടൻ, സുഭാഷ് പെയിൻറ്റ് ഹൗസിൻ്റെ ഓണറാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടനാണ് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിന് പാകത്തിനുള്ള പെയിൻറ്റുകളൊക്കെ സജസ്റ്റ് ചെയ്ത് തരുന്നത് സുഭാഷ് ഏട്ടനാണ്. അപ്പോൾ നമ്മൾ രണ്ട് പെയിൻറ്റുകൾ, ഇത് രണ്ടും നമ്മൾ ജനാലയിൽ അടിച്ച് നോക്കിയിട്ടുണ്ട്. അതവിടെ അടിച്ച് സെറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം കൂടെ, ദിവ്യ പറഞ്ഞു ഒരു കളർ കൂടെ നമുക്കൊന്ന് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നിപ്പോൾ പുതിയൊരു സാധനം ഡീപ്പ് മോസ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റ്. ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നിപ്പോൺ പെയിൻറ്റ്സിൻ്റെ ആണ്. ഇൻഫിനിറ്റി PU പെയിൻറ്റ്സ് ആണ് അല്ലേ? ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഉണ്ട്. ഓക്കെ, ഇൻറ്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെയിൻ്റാണ് ഈ ഒരു സാധനം. എല്ലാത്തിലും യൂസ് ചെയ്യാം. പോളി യൂറത്തീൻ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളി യൂറത്തീൻ പെയിന്റ് ആണ്. ബ്ലാക്ക് നമ്മൾ മറ്റേ അതിന്റെ മുകളിൽ അടിച്ചേക്കുന്നത് ഏത് നമ്മൾ അല്ല, നമ്മളെല്ലാ ഇരുമ്പിലും അടിച്ചേക്കുന്നത് പോളി യൂറത്തീൻ പെയിന്റ് ആണ്. അപ്പോൾ അത് നല്ല കവറേജ് കിട്ടും, പിന്നെ പെട്ടെന്ന് പോവില്ല. ഇത് ഓട്ടോമോട്ടീവ് പെയിന്റ് അല്ലേ? ഇത് വുഡാണ്. ഇത് ഓട്ടോമോട്ടീവ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? അത് ഇതിന്റെ തന്നെ ഓട്ടോമോട്ടീവ് ആണ്. നിപ്പോണിന്റെ തന്നെ ഓട്ടോമോട്ടീവ്, അത് വേറെ ഡിവിഷനാണ്. ഇത് വുഡ്, അത് ഓട്ടോമോട്ടീവ് വേറെ. ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെടുക്കാം. 1 ലിറ്റർ ഈ മാറ്റിലെടുത്തു. മാറ്റ് ഫിനിഷ്, എല്ലാം മാറ്റ് ഫിനിഷ്, റേഡിയന്റ് എക്സ്റ്റീരിയർ. നമ്പർ അടിച്ചാൽ മതി അല്ലേ? നമ്പർ അടിച്ചാൽ മതി. 2 പ്രോഗ്രാം ഉണ്ട്, ഒന്ന് സാറ്റിന്, ഒന്ന് ഗ്ലോസിന്. അപ്പോൾ അതിൻ്റെ ബേസ് അതിൽ കാണിക്കും. നമ്മളിനി എത്ര ലിറ്റർ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബേസ് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സെലക്ട് ചെയ്ത കളർ ഇതാണ്, R6012. അപ്പോൾ അതിൻ്റെ പേര് ഡീപ്പ് മോസ്. ആ കളറിനുള്ളത് എന്താണ്? ക്ലിയർ സാറ്റിൻ. ഇതാണ് അതിൻ്റെ ഉള്ള ബേസ്. 4 ലിറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് പല കളറുകൾ വീണിട്ടുണ്ട്. ഇതൊരു ക്ലിയർ ബേസ് ആണ്. ക്ലിയർ ബേസിലേക്ക് ഇത് ഡാർക്കിന്റെ ബേസ് അല്ലേ? ഡാർക്ക് ബേസ് ആണ്. ഇത് സാറ്റൻ ഡാർക്ക് ബേസ് ആണ്. ഈ ഡാർക്ക് ബേസിൽ പല കളറിലുള്ള പെയിന്റുകൾ വീണിട്ടുണ്ട്. നീല വരെ വീണിട്ടുണ്ട്. എന്തൊക്കെയാണ് വീണേക്കുന്നത്? വൈറ്റ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്. ഇത്രയും കളറുകൾ വീണിട്ടാണ് പച്ച കളറായിട്ട് മാറുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് പച്ച വീണിട്ടേ ഇല്ല, പക്ഷേ ഈ കളറുകളെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പച്ച കളറായിട്ട് മാറും. അടച്ചിട്ട് ഓക്കെ. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇതാണ് അഭിലാഷാണ് നമ്മളെ പെയിന്റുകൾ കുറേ നാളായിട്ട് മിക്സ് ചെയ്ത് തരുന്നത്. അഭിലാഷാണ് ഇത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ തുറന്നൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് നീല പെയിന്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നീല ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ക്ലിയർ ബേസ് ആണ്. ഇത് കുലുക്കി കഴിഞ്ഞാൽ 1 ലിറ്റർ പെയിൻ്റൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് കുലിക്കാൻ മതി. ഇതൊക്കെ എനിക്കിവിടെ വന്ന് മിക്സ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ്. 1 ലിറ്റർ ആണെങ്കിൽ കൈകൊണ്ട് കുലിക്കാൻ മതി. അല്ലെങ്കിൽ ഒരു 5 ലിറ്ററിന് മുകളിലൊക്കെ ആണെങ്കിൽ ഷെയ്ക്കറിൽ വെച്ച് ഷെയ്ക്ക് ചെയ്യേണ്ടി വരും. ഇത് സാമ്പിളിന് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് 1 ലിറ്റർ.
പെയിൻറ് ഇതാണ് കളറ് ഡീപ്പ് മോസ്. ഇത് അടിച്ച് കഴിയുമ്പോൾ വേറൊരു കളറായിരിക്കും. ഇപ്പോൾ ഗ്ലോസി ആയിട്ടിരിക്കുകയാണ്, പക്ഷേ ഇത് അടിച്ച് കഴിയുമ്പോൾ മാറ്റ് ഫിനിഷ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പെയിൻറ് സെറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് 3 സാധനങ്ങളുണ്ട്. ഇതിൻ്റെ തിന്നറും ഉണ്ട്, ഹാർഡനറും ഉണ്ട്, തിന്നറും ഉണ്ട്, പെയിൻറ്റും ഉണ്ട്. അപ്പോൾ ഇതും കൂടി കൊണ്ടുപോയി മിക്സ് ചെയ്തൊന്ന് അടിച്ചു നോക്കണം. എന്നിട്ട് 3-ൽ ഏത് വേണമെന്ന് തീരുമാനിച്ചിട്ട് വേണം ജനാലയ്ക്ക് പെയിന്റ് അടിക്കാൻ. നമ്മൾ നറുക്കിട്ടെടുക്കും നമ്മൾ. പോട്ടെ, താങ്ക് യു. ആദ്യം ജനാലയിൽ പെയിന്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാളിയും കൂടെ വെച്ചിട്ട് പെയിന്റ് അടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞു. ഇതാണ് ഒരു പച്ച അല്ലേ, നമ്മൾ സെലക്ട് ചെയ്ത ഒരു പച്ച. ഇതാണ് ഷാജൻ ചേട്ടനാണ്. ഷാജൻ ചേട്ടനാണ് ഇത് ഇവിടുത്തെ പിന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ലീഡിങ്. ഷാജൻ ചേട്ടനാണ് വെള്ളനാട്, നമ്മുടെ ആനന്ദേട്ടൻ്റെ അതേ സ്ഥലം തന്നെയാണ്, വെള്ളനാട് സ്വദേശിയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനാലയുടെ കളറ്. വാതിലും ജനലുകളൊക്കെ ഈ കളർ വേണോ, 2-3 കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഇനി ഒരു ജനൽ അപ്പുറത്താണ്, അവിടെ അടിച്ചിട്ടുണ്ട്, ഏറ്റവും അങ്ങേറ്റത്തെ ജനലിൽ അടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇന്ന് ഒരു സാധനം മിക്സ് ചെയ്ത്, ഇന്നിപ്പോൾ നമ്മൾ പോയിട്ട് ഒരു സാധനം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കാണ്. അപ്പോൾ 3 ഏതെങ്കിലും ഒരു സാധനമായിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പോൾ വാ, നമുക്ക് ആ ജനലിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് വേറൊരു കളർ. ഇതെല്ലാം നിപ്പോൺ പെയിൻസിൻ്റെ തന്നെയാണ്. എല്ലാം മാറ്റുമാണ്, ഈ സാറ്റൻ ഫിനിഷാണ്, ഗ്ലോസി ഒന്നിലും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു കളർ ഇതാണ്. ഇനി കൺഫ്യൂഷനുള്ള ഇത് രണ്ടും ഇതല്ലാതെ വേറൊരു കളറൂടെ ഓപ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കളർ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അടിച്ചതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇവിടെ മുഴുവൻ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിപ്പോണിൻ്റെ സുമോ അല്ലേ നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? സുമോ എക്സ്ട്രാ. പുറത്തടിച്ചേക്കുന്നത് സുമോ എക്സ്ട്രാ ആണ്. ഒരു 5-6 വർഷത്തെ വാറണ്ടി ഉള്ളൊരു പെയിൻ്റാണ്. ഈ വീട്ടിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ ആകെ പുട്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഈ ഫ്രണ്ട് ഏരിയ, ഈ റൂഫിങ്ങിന്, ഈ കാണുന്ന റൂഫിങ്ങിന്, നമ്മുടെ പിന്നെ വരാന്തയുടെ റൂഫിങ്ങിന് താഴെയുള്ള ഏരിയ മാത്രമാണ് പുട്ടി ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫെറോസിമെൻ്റിൻ്റെ വർക്കിനകത്തും പുട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉരച്ച് കഴിഞ്ഞു. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ക്ലീൻ ചെയ്തിട്ടേക്കാം. ഇത് ഉരച്ച് കഴിഞ്ഞു, പുട്ടി തേച്ച് പിടിപ്പിച്ച് അത് ഉരച്ച് കഴിഞ്ഞു, പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കാണ്. ഇനി പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫിനിഷ് ചെയ്ത ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഈ ഫെറോസിമെൻ്റ് സാധനങ്ങളിലൊക്കെ പുട്ടി ചെയ്തിട്ടുണ്ട്, മുകളിലേക്കും പുട്ടി ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫെറോസിമെൻ്റ് ജോയിൻറ്റുകളുടെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് അവിടെ പുട്ടി ചെയ്തിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് പിന്നെ പുട്ടിയിട്ടതിന് ശേഷം ഉരച്ചേക്കാണ്, ഉരച്ച് ഫിനിഷ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ജോയിൻ്റ് ഉണ്ടായിരുന്നു, ആ ജോയിൻറ്റ് ഇവിടെ ജോയിൻ്റ് ഉണ്ടായിരുന്നു. അത് ഇനി പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുൾ മറയും. ഇവിടെയും പുട്ടിയിട്ടേക്കാണ്. ഇനി ആ റൂമിലും ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് കയറുന്ന സ്ഥലവും പുട്ടി ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു സ്ഥലത്തും പുട്ടിയില്ല, വെറും പെയിൻറ്റ് മാത്രമാണ്. ഇതിനകത്ത് ഇവർക്ക് വന്ന ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് ഈ ഫെറോസിമെൻ്റ് പിന്നെ നമ്മളിത് ലേ ചെയ്തതിന് ശേഷം അതിനകത്ത് ചെറിയ ഹോളുകളുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് നമ്മൾ ആദ്യത്തെ പോളിഷ്, ഇതിന് മുമ്പൊരു ആദ്യത്തെ പ്രൈമർ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് മുഴുവൻ ഹോളുകളുണ്ടത് മനസ്സിലാക്കിയിട്ട് പിന്നീടാണ് പുട്ടിയിടാൻ തുടങ്ങിയത്. അപ്പോൾ പുട്ടി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പിന്നെ ഡിസൈൻ വർക്കാണ്. അപ്പോൾ അതിനകത്ത് പുട്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിൻ്റെ വർക്ക് പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ പെയിൻറ്റ് പോലെ കലക്കി അടിച്ചിട്ടാണ് അതിനകത്ത് പുട്ടി വർക്ക് ചെയ്തേക്കുന്നത്. ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലം കാത്തു നിന്നു. നമ്മളെ എന്ന് വെച്ചാൽ ഈ സീസൺ തെറ്റിയുള്ള മഴ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് പെയിൻ്റ് അടിക്കാൻ പാടില്ല എന്ന്. ഈ മഴക്കാലത്ത് പെയിൻ്റ് അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം എന്താണ്? പിന്നെ ഒരു ഫംഗസ് ഉണ്ടാവും, ഈ പൂപ്പൽ പോലത്തെ ഒരു ഇതുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ചുവരിൽ വെള്ളം കൂടുതലും ഈ ഈർപ്പം നിൽക്കാൻ ചാൻസ് ഉണ്ട് ചുവരുകളിൽ. അപ്പോൾ നമ്മളിപ്പോൾ പെയിന്റിംഗ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈർപ്പം പുറന്തള്ളണമല്ലോ. അങ്ങനെ വരുമ്പോൾ ചുവരിന് പൊരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മഴക്കാലത്ത് പെയിന്റിങ് ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത്. എന്നിട്ട് നല്ല വെയിലിൽ വരുന്ന ചുവര് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ പെയിന്റ്. ഈ വാൾ ഉണങ്ങും, അതിന്റെ ഈർപ്പം ഒട്ടും പാടില്ല. അതിപ്പോ പുട്ടി ചെയ്യുമ്പോഴായാലും പുട്ടി ഇല്ലാണ്ട് ചെയ്യുമ്പോഴായാലും അത് വിഷയമാണ്.
ഈ പുട്ടി ചെയ്ത സ്ഥലങ്ങൾ പലപ്പോഴും പൊള്ളി ഇളകി വരുന്നത് അതെന്തുകൊണ്ടാണ്? അതാണ് ഈ ഈർപ്പം പുറന്തള്ളപ്പെടണ്ടേ. ആ നമ്മുടെ ത്വക്കിലും ഈ രോമങ്ങളിലൂടെയാണ് ഈ അതെ വിയർപ്പ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അതേപോലെ ചുവരിനുമുണ്ട് വിയർപ്പ്. അപ്പോൾ അത് പുറന്തള്ളപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കോട്ടിംഗ് ആക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് വന്നാണ് ഈ ഈർപ്പം ഫുള്ള് തീർന്നു പോകാറുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കോട്ടിംഗ് ആയി കളയുന്നു. പിന്നെ അതിലിട്ട് വായു സഞ്ചാരം നഷ്ടപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുട്ടി ചെയ്യാത്ത ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ പുട്ടി ചെയ്ത ഭാഗങ്ങളിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ തൂണിലും പുട്ടി ചെയ്തിട്ടുണ്ട്, ഈ പോർഷനിലും പുട്ടി, ഈ ഇതിനകത്തും ഈ ചുവരിലും പുട്ടി ചെയ്തിട്ടുണ്ട്, പിന്നെ ഉള്ളിലും പുട്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന പെയിൻറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇതൊന്നുകൂടി ലൈറ്റാണ്, ഇതൊന്നുകൂടി ഡാർക്കാണ്. ഇനി ഏറ്റവും അങ്ങേറ്റത്ത് അടിച്ചേക്കുന്നത് ഒന്നുകൂടി ലൈറ്റാണ്. അപ്പോൾ ഇതെന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പോൾ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. ഒന്നുകിൽ ഇത്, അതല്ലെങ്കിൽ ഏറ്റവും അങ്ങേറ്റത്ത് ജനലിൽ അടിച്ചേക്കുന്ന സാധനം. ഏതാണ് പിന്നെ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഇപ്പോൾ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഇത് തന്നെയാണ്. ഒരു ഫ്രഷ് കളറും ഒരു പ്രത്യേകിച്ച് ഒരു എടുപ്പുള്ള കളർ. മറ്റേത് നരച്ച പോലെ ഇരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും കൂടെ തീരുമാനം എടുത്ത് നോക്കാം. ദിവ്യയുടെയും മക്കളും എന്താണ് തീരുമാനിക്കുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇനി ഇവിടുത്തെ ബാക്കി പരിപാടികളൂടെ പറയാം. നമ്മൾ ഫ്രണ്ട് വരാന്തയിൽ നിന്ന് ഉള്ളിലോട്ട് കയറുന്ന ഈ ഏരിയ മുഴുവൻ പുട്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ വാളുകളും ചെയ്തിട്ടില്ല, അവിടെ ബാക്കിൽ അവിടെയൊക്കെ ചെയ്തിട്ടില്ല. ഇത് മുഴുവൻ നമ്മൾ പുട്ടി ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ, ഈ ഏരിയ, ഈ സ്റ്റേഴ്സിൻ്റെ ഏരിയ വരെ ഇതുവരെ പുട്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഏരിയ മുഴുവൻ പുട്ടി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഈ പോർഷനും ഉണ്ട്. അടുക്കളയ്ക്കകത്തോട്ടൊന്നും ചെയ്തിട്ടില്ല, ബാക്കി മുറികളും ചെയ്യുന്നില്ല, വെറും പെയിൻറ്റ് മാത്രമാണ് അടിക്കുന്നത്. ഈ പോർഷൻ കുറച്ച് ഭംഗിയാക്കാനായിട്ട്, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പുട്ടിയാക്കിയിട്ടുണ്ട്. എന്നാലേ ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഉരച്ചും കഴിഞ്ഞില്ലേ? ക്ലിയർ ആക്കി ഇനി പെയിന്റ് അടിച്ചാൽ മതി. പ്രൈമർ കഴിഞ്ഞ് എമൽഷൻ അടിക്കും. ആദ്യം പ്രൈമർ, അത് കഴിഞ്ഞിട്ട് എമൽഷൻ. വിനിലെക്സ് അല്ലേ? ഓക്കെ. ഇതാണ് ഇവിടെ അടിച്ച പെയിന്റുകളുടെ ക്യാനുകളാണ് ഇവിടെ ഉള്ളത്. നിപ്പോൺ പെയിൻസിൻ്റെ വിനിലെക്സ് ആണ് ഉള്ളിൽ അടിക്കാൻ പോകുന്നത്. വിനിലെക്സ് ആണ് ഇവിടെ അടിക്കാൻ പോകുന്നത്. പുറത്തടിച്ചത് സുമോ എക്സ്ട്രാ. ഇതാ ഈ സുമോ എക്സ്ട്രാ ആണ് പുറത്തടിച്ച പെയിൻറ്റ്. സുമോ എക്സ്ട്രാ. എല്ലാ പെയിൻറ്റും നിപ്പോണിൻ്റെ തന്നെയാണ്. ഇത് സാറ്റിൻ ഇനാമലാണ്. നമ്മൾ നേരത്തെ ഇനാമൽ അടിച്ചിട്ടുണ്ടായിരുന്നു, മുകളിലൊക്കെ ഇനാമൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇനാമലിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻ്റ് ഉള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയുടെ വർക്കാണ് തുടങ്ങിയത്. പുട്ടിയുടെ വർക്കാണ് ആദ്യം ചെയ്യാനുള്ളത്. ഓക്കെ. ആദ്യം വൈറ്റ് സിമെന്റ് ആണ് നമ്മൾ ഇവിടെ ആദ്യം വൈറ്റ് സിമെന്റ് യൂസ് ചെയ്തു. രണ്ടാമത് പുട്ടി കഴിഞ്ഞ് പേപ്പർ ഇട്ട് അടുത്ത് പ്രൈമർ, അത് കഴിഞ്ഞ് എമൽഷൻ 2 കോട്ടും അടിക്കും. ഓക്കെ. സാധാരണ ഈ പാലുകാച്ചിന് മുമ്പ് ഒരു കോട്ടും പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടും എന്നൊക്കെ പറയുമല്ലോ, അതെന്തിനാണ്? അത് ഓരോ വീട്ടുകാരുടെ മനസ്സിന്റെ പിന്നെ മെനക്കെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ 2 കോട്ടും ഫിനിഷ് ചെയ്ത് കയറുന്നവരുണ്ട്. പിന്നെ ഈ അപ്പോഴേ തന്നെ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സാധനങ്ങളൊന്നും വീട്ടു ഉപകരണങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ട് അടിക്കാൻ പറയും. എന്ന് പറയാ അത് പാലുകാച്ച് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അങ്ങനെയുള്ള പാലുകാച്ചിന്റെ സമയത്ത് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ അഴുക്കൊക്കെ ഇതിനകത്ത് പറ്റും. അപ്പൊ അത് വാഷ് ചെയ്താലും നമുക്ക് അങ്ങനെയുള്ള സാധനം ഇവിടെ മേടിച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യാവുന്ന പെയിന്റ് ആണോ? വാഷ് ചെയ്യുന്ന തുടച്ചെടുക്കാം. ഓക്കെ. ക്ലിയർ ആയിട്ട് തുടച്ചെടുക്കാം. ഓക്കെ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ പറയും ഒരു കോട്ട് അടിച്ചാൽ മതി, ചിലർ പ്രൈമറിൽ നിർത്തിയിരിക്കും. ഭംഗിയൊന്നും വേറെയാണ്. പിന്നെ വേറെ അഴുക്കൊന്നും വരാനില്ല. എന്ത് പാട് വന്നാലും ആ ഡബിൾ കോട്ട് എമർഷനിൽ മാറിപ്പോകും. ഒരു കോട്ടിൽ ചിലപ്പോൾ മാറിയില്ലെന്ന് പറയും. അങ്ങനെയാണ്. അതിനൊക്കെ പണി കൂടുതൽ വരും. നമ്മൾ ക്ലീൻ ചെയ്യണം, കഴുകണം, അത് കഴിഞ്ഞിട്ട് എമർഷൻ അടിക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഈ പെയിന്റിങ്ങിന്റെ ഏത് സമയത്താണ് വീട് പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പിന്നെ അതുകൂടെ ഒന്ന് പറയൂ. ഏത് സമയത്ത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പണ്ട് കാലത്ത് ഒരു കാര്യം പറയാം. പണ്ട് കാലത്ത് പറഞ്ഞാൽ വീട് പണി കഴിഞ്ഞ് തേപ്പ് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് സിമന്റ് അടിച്ച് ഒരു 6 മാസമെങ്കിലും ഇട്ടിരിക്കും.
അതാ ചുവരിലെ ഈർപ്പം മുഴുവൻ വടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കും. അത് കഴിഞ്ഞ് പെയിന്റ് ചെയ്ത വീടുകൾക്കൊന്നും ഇന്നും ഒരു വിഷയമില്ല. ഇന്ന് 3 മാസം 2 മാസം കൊണ്ട് ഒരു വീട് പണി പൂർത്തിയായി പച്ച ചുവരിൽ പെയിന്റ് ചെയ്ത് നിർത്തുകയാണ്. അതാണ് ഈ വീടുകൾക്ക് വരുന്നത് ഏറ്റവും വലിയൊരു പൊള്ളലും ഏറ്റവും വലിയൊരു വിഷയം. അത് തന്നെയാണ്. ചുവരിലെ ഈർപ്പം മാറില്ല. അതിനുമ്പ് പണി മനുഷ്യത് കയറുകയാണ്, താമസിക്കുകയാണ് വീട്ടിൽ. ആ വീടിന്റെ സേഫ്റ്റി ആരും നോക്കുന്നില്ല. എല്ലാവർക്കും വീട് പണിയാണ്. അപ്പൊ വൈറ്റ് സിമെന്റ് അടിച്ച ഒരു 6 മാസമെങ്കിലും ഇട്ടിരിക്കണം. അപ്പൊ ഉള്ളിലെ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് മാർക്കിട്ട് ആ ചുവരിന് വൈറ്റ് സിമെന്റ് ആയിട്ട് ഒരു പിടുത്തം കിട്ടും. സിമെന്റും നമ്മുടെ വൈറ്റ് സിമെന്റുമായിട്ടുള്ള ഒരു ഇത് കിട്ടും. അത്രയ്ക്കും ഉറപ്പാവും. അതുപോലെ പണ്ട് കാലത്ത് മണലും കൂടെ പാറപ്പൊടിയാണ്. ഇപ്പൊ വെയിറ്റ് ചെയ്യാർക്ക് സമയവും. ഇപ്പൊ ആൾക്കാർക്ക് അത്യാവശ്യമാണ് പെട്ടെന്ന് വീട്ടിലേക്ക് താമസം മാറണമെന്നുള്ള. അപ്പൊ പടപട വർക്ക് നടന്നുകൊണ്ടിരിക്കും. വീടിന്റെ സേഫ്റ്റി കുറയും. ഈ പെയിന്റ് പൊള്ളിയളവും പെയിന്റിനോട് ഈ സിമെന്റിനോട് കൂടെയാണ് പോരുന്നത്. സിമെന്റിനെ പിടുത്തം വിട്ട് പോരുക. കെട്ടിലുള്ള പിടുത്തം വിട്ട് സിമെന്റ് നടന്ന് വരെ പോരുന്നു ഇന്നത്തെ ഒരു പനിയില്. പല കാരണങ്ങളും ഉണ്ട്. സിമെന്റിന്റെ വ്യത്യാസമുണ്ട്, അതുപോലെ മണലിന്റെ വ്യത്യാസം. നമ്മുടെ ഈ പാറപ്പൊടിയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയം വരുന്നത്. ഏറ്റവും വലിയ വിഷയം അത് തന്നെയാണ്. അതിലിപ്പോ പാറപ്പൊടിയിൽ പണിയുന്ന വീട് കംപ്ലീറ്റും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് കാലത്ത് മണലിന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും വരുന്നില്ല. പോകുന്നെങ്കിൽ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ സിമെന്റിന്റെ കോട്ടിങ് അലിഞ്ഞു പോയി മണല് നിലനിൽക്കുന്നുണ്ട്. ഇനി എത്ര ഉള്ളി മഴവെള്ളം വീഴുന്നാലും ആ മണല് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് പഴയ വീടുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങൾക്ക് സമയമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 6 മാസം ചുവരിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ബാക്കി തേപ്പിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും ആ ചുവരിനൊന്ന് പാകപ്പെടാനുള്ളൊരു സമയം കൊടുക്കണം. അതിനകത്ത് ഈറൻ മാറാനുള്ളൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈറൻ മാറും. ഈ വൈറ്റ് സിമെൻറ്റും ചുവരും തമ്മിലൊരു ബന്ധം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുണ്ടായതിന് ശേഷം അതിനകത്ത് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കും. അല്ലാത്ത പക്ഷം അതിനകത്ത് ഇങ്ങനെ ഈറൻ നിൽക്കുകയാണെങ്കിൽ ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോട്ടിംഗ് ഉണ്ടാവുകയും അത് പൊള്ളി ഇളകി ആ ഈറൻ പുറത്തു പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഡിസൈനർ ജയൻ ബിലാത്തിക്കുളം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പുട്ടിയിടുന്ന ഇഷ്ടമല്ല. കാരണം പുട്ടിയിട്ട സ്ഥലങ്ങളിലൊക്കെ അത് ലാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വെറുതെ പെയിന്റ് അടിച്ച സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതെന്നാണ് നേരത്തെ പറഞ്ഞ കാര്യം. അപ്പൊ പുള്ളി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പുട്ടി ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പെയിന്റ് അടിച്ച് ഏറ്റവും നല്ലതാണ് ആണല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പോർഷനൊക്കെ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നൈസായിട്ടൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അധികം പുട്ടി ഇതിനൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ തന്നെയും അത് അറിയത്തില്ല, ഓവറായിട്ട് അറിയത്തില്ല. ഇല്ല, അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഇത് ചെയ്തിട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മഴ സമയത്ത് അധികം റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. സമയമുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം വൈറ്റ് സിമെന്റ് അടിച്ചിട്ടിട്ട് ചുവര് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്ത് എടുക്കണം. സേഫ്റ്റി വീടിനും എല്ലാത്തിനും. പിന്നെ എന്ത് തരം പെയിന്റുകളായിരിക്കണം അടിക്കേണ്ടത്? പെയിന്റുകൾ നമ്മളിപ്പം മാർക്കറ്റിൽ കുറഞ്ഞ പെയിന്റ് കിട്ടുന്നുണ്ട്. കുറഞ്ഞ പെയിന്റ് കിട്ടി എവിടെയെങ്കിലും ഒരു നനവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ അത് ചുവരിലൊന്ന് പിടുത്തം വിടും. ഇപ്പൊ 10 രൂപ മുടക്കേണ്ട അടുത്ത് ഒരു 5 രൂപ ആവും. അപ്പൊ 5 രൂപ മുടക്കി കഴിഞ്ഞാൽ വീട് സേഫ്റ്റി ആയിട്ട് ചെയ്യുന്ന പെയിന്റ് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ കൂലി തന്നെ അറിയില്ലേ എന്തുമാത്രം നല്ല കൂലി കൊടുക്കണം. അപ്പൊ അതെല്ലാം കൂടെ നോക്കി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല പോലെ ചെയ്യുക, നല്ല പെയിന്റ് വെച്ച് ചെയ്യുക. അപ്പോൾ മനോജേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞ പേര് നിപ്പോണിൻ്റെ ആണ്. ഇപ്പം നമ്മൾ നിപ്പോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിപ്പോൺ ആണ് പുറത്ത് യൂസ് ചെയ്യുന്നത്. സുമോ എക്സ്ട്രാ അല്ലേ? സുമോ എക്സ്ട്രാ നമുക്ക് കവറേജ് കൂടുതൽ കിട്ടും. ഈർപ്പം അകത്തോട്ട് കടത്തിവിടത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ സൂര്യനോ കാറ്റോ കൊണ്ട് പോകുന്നതല്ലാതെ ചുമരിലോട്ട് കയറില്ല. ഇവിടെ ശരിക്കും ഫിനിഷ് ചെയ്തേക്കാണ്. 2 കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാച്ച് കാണാൻ പറ്റും. എന്നാലും നിർബന്ധമായിട്ടും പുട്ടി വേണ്ടെന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ ഈ പൂശുന്നതിൻ്റെയൊക്കെ ചെറിയ പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ തന്നെ പെയിൻറ്റ് ചെയ്തേക്കാണ്. 2 കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു.
ഇനി ഓൾമോസ്റ്റ് ഇവിടെയും 2 കോട്ട് പെയിൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ മുകളിലത്തെ ഹാളാണ്. ഇതിനകത്ത് പ്രൈമർ മാത്രമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇനി 2 കോട്ട് പെയിൻറ്റ് വരാനുണ്ട്. അതുമാത്രമല്ല ജനാലകളിലൊക്കെ ഇപ്പോൾ പ്രൈമർ മാത്രമാണ് അടിച്ചേക്കുന്നത്. അതിനകത്തും ഈ പെയിൻറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുൾ ഇത് കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ ടൈലിംഗ് കഴിഞ്ഞിട്ട് അത് മൂടിയിട്ടേക്കാണ്. പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടേക്കാണ്. ഇനി പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കറുകളൊക്കെ ഇളക്കുള്ളൂ. ഇവരാണ് പിന്നെ ഇവിടുത്തെ പെയിൻറ്റിങ് ജോലികളൊക്കെ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികൾ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? വലിയ റിസ്ക് ഉള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ? മറ്റേ ഹൈറ്റ്, ഈ സൺഷെയ്ഡ് ഇല്ലാത്തത് വലിയ പ്രശ്നമാണല്ലേ? പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പലപ്പോഴും റിസ്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കയറിലൊക്കെ തൂങ്ങിക്കിടന്നിട്ടാണ് ചില ഏരിയകൾ തേക്കുന്നത്, ചിലത് പുട്ടിയിടുന്നത്. ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ വീടിന് സൺഷെയ്ഡുകളില്ല, റെയിൻ ഷെയ്ഡുകളാണ് ഉള്ളത്. സൺഷെയ്ഡ് ഇല്ലാത്ത ഒരു വലിയ സൺഷെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു കുതിര പോലത്തെ സാധനമൊക്കെ കെട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് അത് പറ്റൂലല്ലേ? അത് റിസ്ക്കാണ്. ഓക്കെ, അങ്ങനെ റിസ്ക് എടുത്ത് വർക്ക് ചെയ്യുന്ന ടീമുകളാണ് ഇവരൊക്കെ. അച്ചു, അജി, അഷു.